So yummy. Friends, welcome to Firehouse Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോഴിക്കോടൻ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫാണ്. ഞാനിവിടെ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷമാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 വിസിൽ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫൊക്കെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ വിനാഗിരി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫൊക്കെ അത് അവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇപ്പം കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് വഴറ്റി കൊടുക്കേണ്ടത്, അല്ലാതെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു 3 സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ സവാളയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 സവാളയൊക്കെ എടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇത് കുറച്ചൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക, ഉപ്പ് കൂടി പോവരുത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ മസാലകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബീഫ് മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടെയാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉള്ളിയും മസാലയൊക്കെ ബീഫിൽ പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഉള്ളിയും മസാലയൊക്കെ ആയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇവിടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുള്ളൂ. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്